ഓം നമോ ഭഗവതേ വാസുദേവായ. സർവതോ ജനമൗലിരത്നമായി വസിച്ചിടും ഉർവശീ ദേവി തവ സ്വാഗതം ഭവിച്ചിതോ. നിന്നെ കണ്ടതു മൂലമെന്നുടെ ജന്മത്തിനു വന്നിതു നേത്രങ്ങൾക്കു സാവല്യം മനോഹരേ. നിന്നോടും ഒരുമിച്ചു കാമലീലകൾ ചെയ്യുവാന് എന്നുള്ളിൽ അഭിലാഷം എത്രയും വളരുന്നു എന്നതു കേട്ട നേരം ഉർവശിതാനും ചൊന്നാള്, സുന്ദരാകൃതി ഞാനും വന്നതിന്നതു തന്നെയും കാമസുന്ദര നിന്നെ കാമിക്കാതിരിക്കുമോ. കാമിനീ ജനം ദേവനാരിമാരെന്നാകിലും എന്നതുകൊണ്ടു ഞാനും ഒന്നിച്ചു വാണിടുവൻ. ഇന്നു ഞാനൊരു വാക്കു ചൊല്ലുവൻ കേൾക്ക ഭവാന്. ഉണ്ടെനിക്കിന്നു രണ്ടു മേഷവാലന്മാരതും കണ്ടാലും ഭവാൻ മമ പുത്രരെക്കാളും പ്രിയം. കാത്തുകൊള്ളുക വേണം അവരെ വിശേഷിച്ചും. പാർത്ഥിവശിഖാമണേ പിന്നെയും ഒന്നു കേൾ നീ. മെത്തമേലെന്നീ നിന്നെ നഗ്നനായി കണ്ടിടുകിൽ തത്ര ഞാൻ ഗമിച്ചിടും സത്യമെന്നറിഞ്ഞാലും. അങ്ങനെ തന്നെയെന്ന് ഭൂപതി പ്രവരനും അങ്കനാമണിയോട് ഒന്നിച്ചു വാണിടിനാൻ. അന്യോന്യമനുരാഗം മുഴുത്തു വരികയാൽ ഒന്നിച്ചു കാമലീല ചെയ്തവർ അഹോരാത്രം ദേവതോദ്യാനങ്ങളിൽ ക്രീഡിച്ചു മരുവിനാൻ. കേവലം കാലം പോയതേതുമേ അറിഞ്ഞീല. ഇത്തരം ബഹുകാലം കഴിഞ്ഞോരനന്തരം അത്തലോടുർവശിയെ കാണാഞ്ഞു മഹേന്ദ്രനും ഗന്ധർവന്മാരെ തിരഞ്ഞിടുവാൻ നിയോഗിച്ചും. ഗന്ധർവന്മാരും ചെന്നു രാത്രിയിൽ നൃപാന്തികേ. ചെന്നുടൻ മേഷബാലയുഗ്മത്തെ പിടിച്ചപ്പോൾ കിന്നത പൂണ്ടു കരഞ്ഞിടിനാർ മേഷങ്ങളും. ഒച്ച കേട്ടതു നേരം ഉർവശി ചൊല്ലിനാൾ, നിശ്ചയം ചോരർ വന്നു കൊണ്ടുപോയി മേഷങ്ങളെ അന്ധനാക്കിയ ഭവാനെന്തിപ്പോൾ ഇളകാത്തു. ബന്ധുവായി എനിക്കൊരു പുരുഷൻ ഇല്ലയല്ലോ. നാരിയും പുരുഷനുമല്ലാത്ത ജനങ്ങളെ പാരാതെ വിശ്വസിച്ചാൽ ഇങ്ങനെ വരുമല്ലോ. ഇത്തരം പലവിധം ക്രൂരവാക്യങ്ങൾ കേട്ടും ചിത്തത്തിൽ കോപത്തോട് ഉദ്ദാനം ചെയ്തും നൃപൻ ഗഡ്ഗവുമെടുത്താശു കൂരിരുട്ടത്തു തന്നെ നിർഗമിച്ചിതു. ശബ്ദം കേട്ടോരു ദിക്കു നോക്കി കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്നും നിനച്ചില. വേവത പൂണ്ടു വാളും ഇളക്കി ചെല്ലും നേരം മായയായി മിന്നലൊന്നു നിർമ്മിച്ചു ഗന്ധർവന്മാർ. ആയതാക്ഷിക്കു കാട്ടിക്കൊടുത്തു നരേന്ദ്രനെ. മേഷശാപകങ്ങളെ വീണ്ടിട്ടു സരവസം രോഷേണ നരപതി കൊണ്ടിങ്ങു പോനീടിനാൻ. ഉർവശി തന്നെ തൽപ്പേ കാണാഞ്ഞു ദുഃഖത്തോടും
ഉർവീശന്മത്തന്മാരെ പോലെങ്ങ് എല്ലായിടവും സഞ്ചരിച്ച് ഉർവശിയെ തിരഞ്ഞു നടക്കുമ്പോൾ അഞ്ചാതേ കുരുക്ഷേത്രേ ചെന്നിതങ്ങോരു ദിനം അന്നേരം സരസ്വതി തീരത്തങ്ങ് ഉർവശിയെ മിന്നലെന്നതുപോലെ കണ്ടു ഭൂപതി ശ്രേഷ്ഠൻ ചൊല്ലിനാൻ മമജായേ നിൽക്ക നിൽക്ക നീ ചുറ്റും ചൊല്ലുവാനുണ്ട് മമ ഗൂഢമായ അവസ്ഥകൾ എന്നെ നീ വെടിഞ്ഞിടുന്നാകിലോ ഞാനും തവ മുന്നിൽ നിന്നാശു ജീവത്യാഗവും ചെയ്തിടുവൻ എന്നുടെ ദേഹമിന്ന് മൃഗങ്ങൾ തിന്നിടേണം പിന്നെ ഞാൻ സ്വർഗേ വന്നു നിന്നോട് ചേർന്നിടുവൻ ഇത്തരം കേട്ട നേരം ഉർവശി ചൊല്ലിടിനാൾ ഇത്തരം ചൊല്ലായിടോ പുരുഷനല്ലോ ഭവാൻ നാരിമാർക്കില്ല സത്യം സ്നേഹവും അകതാരിൽ ആരെയും അവർക്കില്ല കാര്യസാധ്യമേയുള്ളൂ നാരിമാരോടു മൃഗങ്ങളോടും സഖ്യം ആരുമേ മോഹിക്കൊല്ല ചഞ്ചലമവർ ചിത്തം ഉൽപ്പല നേത്രന്മാർക്ക് കാന്തപുത്രാദികളെ സ്വൽപ്പമർത്ഥത്തിനു കൊല്ലുവാൻ മടിയില്ല എങ്കിലും ഭവാനോ എന്നോടൊന്നിച്ചു വസിക്കണം എങ്കിലോ ഗന്ധർവേന്ദ്രന്മാരെ നീ ഭജിച്ചാലും സന്തോഷിച്ചവരെന്നെ തന്നിടും ഭവാനടോ സന്താപം വേണ്ട മമ ഗർഭമുണ്ടതോ കാണുക മത്സരം തികയുമ്പോൾ ഇവിടെ വരിക നീ സസുഖമൊന്നിച്ചോരു രാത്രിയിൽ രമിച്ചിടം അന്നുമുണ്ടാകും തവ പുത്രന്മാരെന്നു ചൊല്ലി മന്ദമെന്നിയെ മറഞ്ഞിടിനാൾ ഉർവശിയും ചഞ്ചലാക്ഷിക്കു ഗർഭമുള്ളതു കണ്ടു നൃപൻ കിഞ്ചന സുഖത്തോടും മന്ദിരേ ചെന്നു വാണാൻ വത്സരാപദൗ ഗുരുക്ഷേത്രം പോക്കോരു രാത്രി നൽ സുഖമുർവശിയോടൊന്നിച്ചു വാണിടിനാൻ സുന്ദരി മണിതാനും ഭൂപതി തൻ്റെ കയ്യിൽ സുന്ദരനായിട്ടൊരു പുത്രനെ നൽകിപ്പോയാള് ഗന്ധർവന്മാരെ സ്തുതിച്ചിടിനാൻ നരപതി ഗന്ധർവന്മാരും അഗ്നിസ്ഥാലിയെ നൽകിയിടിനാൻ എത്രയും ഉജ്ജ്വലിക്കുന്നോര് അഗ്നിസ്ഥാലിയെ കണ്ട് ചിത്തവിഭ്രാന്ത്യാനൃപ ഉർവശിയെന്നോർത്തുടൻ സ്ഥാലിയുമെടുത്തങ്ങു കാനനെ നടക്കുമ്പോൾ സ്ഥാലിയും വനെ വെച്ചു തന്നെ ഗൃഹം പോക്കാൻ അന്നല്ലോ ത്രേതായുഗമാരംഭിച്ചതു തത്രേ മന്നവനുടെ ചിത്തേ വേദങ്ങൾ മൂന്നായി തോന്നി പിന്നെ പോയി അഗ്നിസ്ഥാലിയെടുത്തു നരേന്ദ്രനും പിന്നെ രണ്ടഗ്നിയെ നിർമ്മിച്ചാൻ അശ്വത്വത്താല് തന്നെയും മരണികൾ മധ്യത്തിൽ വച്ചുകൊണ്ട് മന്നവൻ മദനം ചെയ്ത് അഗ്നിയെ ജ്വലിപ്പിച്ചാൻ ജാതവേദാക്കിയോട് 3 രൂപങ്ങളോടും ജാതനായ അഗ്നി നൃപപുത്രത്വം ഭവിച്ചു ഒന്നത്രേ വേദം പണ്ട് മുഖ്യമാം പ്രണവം പോല് ഒന്നത്തെ വർണ്ണമുള്ള ഭഗ്നിയും ഒന്നേയുള്ളൂ ദേവനും ഒന്നേയുള്ളൂ കേവലം നാരായണനേവം ചൊല്ലുന്നു
പുരാണങ്ങളും വേദങ്ങളും അന്നേവം പുരുരുവസഗ്നിയെ മൂന്നാക്കിനാന്. അന്ന് തൊട്ടഗ്നി മൂന്നായി വന്നിതു യജിപ്പാനായി. വേദവും മൂന്നായി വന്നു, വർണ്ണവും നാലായി വന്നും. മേദിനീപതിയുടെ വൈഭവം ചിത്രമത്രേ. ഉർവശി ലോകമിച്ഛിച്ചു ഉർവശീശൻ. യജ്ഞാഗ്നിയിൽ സർവദേവദേവേശനാകും ഹരിയെ യജിച്ചുതേ തൽപുത്രനാകും. അഗ്നി കാരണം നൃപശ്രേഷ്ഠൻ അപ്പോഴേ ഗാന്ധർവമാം ലോകത്തെ പ്രവേശിച്ചും. അങ്ങനെ പുരുരുവസാകിയ നൃപതിക്ക് ഭംഗിയിൽ ഉർവശീലാർ പുത്രന്മാരുണ്ടായി. മുന്നമായസും ശ്രുതായസും അസത്യായസും. പിന്നെ വന്ധ്യയൻ, പിന്നെ വിജയൻ ജയൻ താനും. പിന്നെ ശ്രുതായുസിൻ നന്ദനൻ വസുമാൻ പോലെ. നന്ദനൻ ശ്രുതജ്ഞയൻ സത്യായുസിനും ഉണ്ടായിരയനും തനയനായേകനും വിഭൂതാനും. ജയനും സുതൻ ഭീമൻ നന്ദനൻ വിജയനും ഭീമജൻ. കാഞ്ചനാക്യൻ ഹോത്രകനൻ മകൻ കോമളനൻ മകൻ ജഗ്നുവെന്ന് അറിഞ്ഞാലും. തൽപുത്രൻ ബാലകാശൻ, തൽപുത്രൻ കുശനല്ലോ. തൽപുത്രൻ കുശാംബനും മൂർത്തയൻ വസുതാനും. നാലാമൻ കുശനാഭൻ, പിന്നെയാ കുശാംബനും. ബാലകൻ ഗാദിയല്ലോ തൽപുത്രേ സത്യവതി. ഭാർഗവന്യാജീകൻ തൽക്കന്യയെ വരിക്കയാല്. യോഗമല്ലെന്നതോർത്തു ഗാദിയും ചൊല്ലിടിനാൻ. ശ്യാമൈകകർണങ്ങളായി സഹസ്രമശ്വങ്ങളെ സോമവർണ്ണങ്ങളായി നൽകേണം എനിക്കിപ്പോൾ.